ഞങ്ങളും നിങ്ങളും ഒക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന, ഇത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിൽ നന്മയുള്ള, നമ്മളൊക്കെ ഭൂമിയിലെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ? അത് കഴിഞ്ഞൊരു ജീവിതം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവിടെ എത്തപ്പെടുന്നവർക്ക്, അവർക്ക് ഏറ്റവും കൂടുതൽ കുടുംബത്തിന് കടപ്പാടുള്ള ഒരു മുഖവും വ്യക്തിയുമാണ് നമ്മുടെ സ്വന്തം അഷ്റഫ് താമരശ്ശേരി, നമ്മുടെ സ്വന്തം അഷ്റഫ് ക. അദ്ദേഹത്തിന് വിവരിക്കാനോ വർണ്ണിക്കാനോ ഇനി മലയാള ഭാഷയിൽ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താലൊന്നും പോരാ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? അത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പേരാണ്. ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആയുസ് എവിടെയാണ്, എന്താണ് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അഷ്റഫ് കയുടെ ആയുസ്സിന് വേണ്ടിയാണ് അല്ലേ? അദ്ദേഹം ഇനിയും ഇനിയും നമ്മുടെ ഒക്കെ ഇടയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അഷ്റഫ് പ്ലീസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സഹോദരനായ പ്രവാസികൾ എല്ലാവരും, പിന്നെ നമ്മളെ കേരളത്തിലെ ഏറ്റവും കണ്ട IPS ഓഫീസർ തന്നെ പറയാം. 10 വർഷം മുമ്പ് ഞാൻ കേരള ഹൗസിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കണ്ടപ്പോൾ, അന്ന് കേരളത്തിൽ ആര് കണ്ടാൽ പേടിക്കുകയും ഇപ്പോൾ ഒരു പേര് കേട്ടല്ല. പക്ഷേ ഞാനൊന്ന് സംസാരിച്ചു ഡൽഹി കേരള ചോദിച്ചു, വളരെ നല്ല മനുഷ്യനാണ്. ആ പേരും ദേശീയ നിയമത്തിൽ ഇവിടെ ചെയ്യുന്ന ഓഫീസറായിരുന്നു. പിന്നെ നമ്മളെ പുഷാരി ചേട്ടന്, മനസ്കെ ചേട്ടൻ, എല്ലാവരും, പിന്നെ വിജയേട്ടന്, പിന്നെ മാസ്റ്റർ ഹുസൈൻ്റെ റഫീഖ. ഞാനിപ്പോൾ 10-15 വർഷമായി റഫീഖായിട്ട് പരിചയം. റഫീഖാനെ ആയിട്ട് പല യാത്രയും ചെയ്തിരിക്കുന്നത്. പക്ഷേ എവിടെ പോയാലും ഇന്ത്യയിൽ റഫീഖ ആരെങ്കിലും ഒരാളെ അറിയുന്നവരുണ്ടാവും. പോലീസിലായാലും CBIയിൽ പോയാലും ഡൽഹിയിൽ പോയാലും അതൊരു പ്രത്യേകതയാണ് റഫീഖാൻ്റെ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടുകൊണ്ടാണ് ഇത്രയും പ്രവാസികൾ റഫീഖാൻ്റെ കൂടെ നിൽക്കുന്നതും ഇത്രയും സ്പോൺസർമാരും എല്ലാവരും ഈ പരിപാടിക്ക് സപ്പോർട്ട്. എല്ലാ സ്പോൺസർമാർക്കും, പ്രത്യേകിച്ച് മണിയേട്ടന്, UAEയിലെ പ്രവാസികൾ എന്തൊരാവശ്യപ്പെട്ടാലും അതിന് മുൻപന്തി നിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം UPക്കാർ 44 ആൾ ഭക്ഷണവും റൂമും കിട്ടായിട്ട് അപ്പം തന്നെ അവരെ നാട്ടിൽ കയറ്റി വിട്ടത് മണിയേട്ടനാണ്. പക്ഷേ നമ്മളെല്ലാവരുടെ വിജയം നമ്മളെ ഭാര്യമാരാണ്. മണിയുടെ ഭാര്യ ഇവിടെ ഉണ്ട് നിൽക്കുന്നു, ഭാര്യയാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുക. ആരും സഹായം പറഞ്ഞാലും അപ്പോൾ അതിന് മുമ്പിട്ട് നിൽക്കും. ഇനി നിൽക്കാൻ സൗകര്യം കൊടുക്കട്ടെ. പിന്നെ റഫീഖാനെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും.